നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങം 1 പുതുവർഷം പിറന്നിരിക്കുന്നു. കർഷക ദിനം കൂടിയായ ചിങ്ങം 1 മലയാളികളെ സംബന്ധിച്ച് ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്ന നാളുകളിലേക്കുള്ള കാൽവയ്പ്പാണ്. ഇനി മാവേലി മനനെയും ഓണത്തെയും വരവേൽക്കാനുള്ള തിരക്കിലാണ് നാട്ടിലെ ഓരോ വീടുകളും. നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സമ്പൂർണ്ണ വർഷഫലമാണ്. 27 നാളുകാർക്കും ഈ വർഷം എങ്ങനെയായിരിക്കുമെന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. തൊഴിൽപരമായും ധനപരമായും ആരോഗ്യപരമായുമൊക്കെ നിലനിന്നിരുന്ന സകല ബുദ്ധിമുട്ടുകളും ഒഴിഞ്ഞു കിട്ടുന്ന വർഷമായിരിക്കും ഇത്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ധാരാളം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് നിരവധിയായ പ്രതിസന്ധികളിൽ അലയുന്നവർക്കുമൊക്കെ നാട്ടിൽ തിരിച്ചു വന്ന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ്. പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആധ്യാത്മിക വിഷയങ്ങളിലും വ്യവഹാരങ്ങളിലും വിജയത്തിലെത്തുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അനിഷ്ടങ്ങളും ആരോഗ്യപരമായി നേരിട്ടിരുന്ന വിഷമതകളുമൊക്കെ അകലുന്നതായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി മനസമാധാനം ലഭിക്കുന്നതായിരിക്കും. വിവാഹ സംബന്ധിയായ കാര്യങ്ങളൊക്കെ ഇത്തവണ പൂർണ്ണതയിലെത്തും. പ്രണയ സാഫല്യവും കാണുന്നുണ്ട്. അടുത്തത് ഭരണി. ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഇക്കൊല്ലം ഗുണാനുഭവങ്ങളാണ് വർദ്ധിച്ചു നിൽക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന വർഷമായിരിക്കും ഇത്. സ്വന്തം കഴിവിനാൽ കാര്യങ്ങളൊക്കെയും സാധിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട് ദീർഘയാത്രകൾ വേണ്ടി വന്നേക്കാം. കുടുംബവിഹിതം ലഭിക്കാൻ സാധ്യത കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചെറിയ സ്വാരസ്യങ്ങളൊക്കെ അവസാനിക്കുന്നതായിരിക്കും. രോഗദുരിതത്താൽ വലഞ്ഞിരുന്നവർക്ക് ആരോഗ്യപുഷ്ടി ഉണ്ടാകും. മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളിൽ നിന്ന് പ്രണയസംബന്ധിയായ വിഷയങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ വർഷമാണിത്. അടുത്തത് കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമാണ്. എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടെ മാത്രം ഇടപെടുക. ഉത്തമ സന്താന യോഗമുള്ള കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. ഔദ്യോഗികപരമായ യാത്രകൾ വേണ്ടിവരും. മത്സര പരീക്ഷകൾ, ഇന്റർവ്യൂ എന്നിവയിൽ വിജയിക്കുവാൻ സാധിക്കും. അന്യരുടെ സഹായം ലഭിക്കുന്നതാണ്. ബിസിനസ് നടത്തുന്നവർക്ക് വിജയമുണ്ടാകും. ദേഹസുഖം വർദ്ധിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂല ബന്ധങ്ങൾ ലഭിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽപ്പെടാം. രോഗദുരിതങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാകും. ബന്ധുക്കൾ നിമിത്തം നേട്ടമുണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം കാണും. പൈതൃക സ്വത്തിന്റെ അനുഭവമുണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. കാർഷിക മേഖലയിൽ നിന്നും നേട്ടമുണ്ടാകും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കളൊക്കെയും ഒന്നിക്കും. അശ്രദ്ധ മൂലം ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ദോഷശമനത്തിനായി ദേവീഭജനം നടത്തുക. ഭവനത്തിൽ ദേവീ നാമജപം നടത്തുക. നാളിൽ ദേവീ ക്ഷേത്രത്തിൽ ജയദുർഗാമന്ത്ര പുഷ്പാഞ്ജലി നടത്തുക. അടുത്തത് രോഹിണി. രോഹിണി നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വർഷമായിരിക്കും ഇത്. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും പ്രശംസ നേടും. ബന്ധുജനങ്ങൾ മുഖേന കാര്യസാധ്യമുണ്ടാകും. പരീക്ഷകളിൽ വിജയം. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ലഭിക്കുന്നതായിരിക്കും. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ അനുഭവപ്പെടും. ഗ്രഹാന്തരീക്ഷം സംതൃപ്തകരമായിരിക്കും. വാഹന സംബന്ധമായി ചെലവുകൾ വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. തൊഴിൽരഹിതർക്ക് താൽക്കാലിക ജോലി ലഭിക്കും. പഠനത്തിൽ അലസത ഉണ്ടാവാനിടയുണ്ട്. പൊതുപ്രവർത്തകർ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കും. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാകുമെങ്കിലും അവയെല്ലാം അതിജീവിക്കും. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക. ശനിയാഴ്ചകളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവിൽ, പഴം ഇവ നിവേദിക്കുക. ക്ഷേത്രത്തിലിരുന്ന് ജപം നടത്തുക. അടുത്തത് മകയിരം. ഉണ്ടായിരുന്ന അരിഷ്ടതകൾ ശമിക്കുന്നതായിരിക്കും. ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. പ്രവർത്തന രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറും. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കും. പഠനത്തിൽ ശ്രദ്ധ കുറയും. തൊഴിലുമായി ബന്ധപ്പെട്ട് അധിക യാത്രകൾ വേണ്ടിവരും. തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളിൽ വിജയിക്കും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. ബന്ധുജനങ്ങൾ വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിപ്പെടുത്തും. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള തടസ്സം മറികടക്കും.
ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. മുൻകാല സമ്പാദ്യങ്ങളിൽ നിന്ന് ധനലാഭമുണ്ടാകും. സന്താനങ്ങളാൽ മനസന്തോഷം വർദ്ധിക്കും. മാസം പകുതി കഴിഞ്ഞാൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് ഇടയ്ക്കിടെ അശാന്തമായ അനുഭവങ്ങൾ ഉണ്ടാകും. മേലധികാരികളുടെ അപ്രിയം സമ്പാദിക്കാതെ ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. വ്യാഴാഴ്ചകളിൽ നെയ്വിളക്ക് കത്തിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. അടുത്തത് തിരുവാതിര. ആരോഗ്യപരമായി അനുകൂലമായ സമയമാണ് തിരുവാതിരക്കാർക്ക്. വിവാഹം പറഞ്ഞുറപ്പിക്കും. തൊഴിൽപരമായ മാറ്റങ്ങളുണ്ടാകും. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഉണ്ടായിരുന്നത് അവസാനിക്കും. സുഹൃത്ത് സഹായം ലഭിക്കും. ദ്രവ്യലാഭത്തിന് സാധ്യത കാണുന്നു. ഗ്രഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്ത് മികച്ച നേട്ടമുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും അവർ സ്വയം ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. യാത്രകൾ വേണ്ടിവരും. മാനസികമായ സന്തുഷ്ടി അനുഭവപ്പെടും. വാഹന വിൽപ്പനയിലൂടെ ധനലാഭം ഉണ്ടാകും. വിദേശ തൊഴിൽ ശ്രമത്തിൽ അനുകൂല മറുപടികൾ ഉണ്ടാകും. യാത്രകൾ വഴി നേട്ടമുണ്ടാകും. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. സുഹൃത്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും. പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്ന് വിട്ടുനിന്നിരുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. ജീവിതത്തിലെ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളും. ദോഷശമനത്തിനായി ദേവീഭജനം നടത്തുക. നിത്യേന ലളിത സഹസ്രനാമ ധ്യാനഭാവത്തിൽ ദേവിയെ സ്മരിച്ച് ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തുക. അടുത്തത് പുണർദം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. മനസ്സിന്റെ സന്തോഷം തിരികെ കിട്ടും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും. വരവിനേക്കാൾ ചെലവ് അധികരിക്കുമെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കുന്ന കാലമാണ്. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടും. ബിസിനസ്സിൽ മികവ് പുലർത്തും. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികളുണ്ടാകും. യാത്രകൾ വേണ്ടിവരും. ആരോഗ്യപരമായ വിഷമതകൾക്ക് ശമനമുണ്ടാകും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന സൂചനകൾ ഉണ്ടാകും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ഭൂമി വിൽപ്പനയിൽ തീരുമാനമാകും. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭമുണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും. കഫജന്യ രോഗങ്ങൾ പിടിപെടും. സൗഹൃദങ്ങളിൽ ഉലച്ചിൽ തട്ടാതെ ശ്രദ്ധിക്കുക. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ ശമിക്കും. സന്താന ഗുണം അനുഭവിക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. മാനസികമായ സംതൃപ്തി കൈവരിക്കും. പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക. വെള്ളിയാഴ്ചകളിൽ ഗണപതിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തര ജപം നടത്തുക. അടുത്തത് പൂയം. താൽക്കാലിക ജീവനക്കാരായ പൂയം നക്ഷത്രക്കാരുടെ ജോലികൾ സ്ഥിരപ്പെടും. തൊഴിൽപരമായ യാത്രകൾ ഉണ്ടാകും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയമുണ്ടാകും. കുടുംബ സൗഖ്യം വർദ്ധിക്കും. ബന്ധുജന സഹായം ലഭിക്കും. മാനസികമായ സുഖവർദ്ധനയുണ്ടാകും. പ്രവർത്തനങ്ങളിൽ നേട്ടമുണ്ടാകും. വാതജന്യ രോഗങ്ങൾ മൂലം വിഷമിക്കും. ആരോഗ്യകാര്യത്തിൽ അധിക ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി വലിയ പണച്ചെലവുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി. അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കും. പൈതൃക സ്വത്തിന്റെ അനുഭവമുണ്ടാകും. മാസമദ്യം കഴിഞ്ഞാൽ കൂടുതലായി യാത്രകൾ വേണ്ടിവരും. ഭക്ഷണസുഖം കുറയും. പല്ലുകൾക്ക് രോഗസാധ്യത കാണുന്നു. സുഹൃത്തുക്കളുമായി സംഗമിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവനെ ഭജിക്കുക. ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തിച്ച് വെണ്ണ നിവേദ്യം നടത്തുക. അടുത്തത് ആയില്യം. ആയില്യം നക്ഷത്രക്കാരുടെ കടബാധ്യതകൾ കുറയും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഭാഗ്യപരീക്ഷണങ്ങളിൽ ധനനഷ്ടമുണ്ടാകും. കർമ്മരംഗത്ത് എതിർപ്പുകൾ നേരിടാം. വാഹനം വാങ്ങിക്കുവാൻ യോഗം കാണുന്നു. തൊഴിൽപരമായ അവസര നഷ്ടമുണ്ടാകും. യാത്രകൾ വേണ്ടിവരും. സുഹൃത്ത് സഹായം വർദ്ധിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം വർദ്ധിക്കും. രോഗദുരിതത്തിൽ നിന്നും ശമനമുണ്ടാകും. പൂർവിക സ്വത്തിന്റെ ലാഭമുണ്ടാകും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി പ്രതീക്ഷിക്കാം. സംസാരത്തിൽ അധിക ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അടുത്ത സുഹൃത്തുക്കൾ വഴി ധനസഹായം ലഭിക്കും. പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കും. കുടുംബ സുഹൃത്തുക്കളിൽ നിന്നുള്ള പെരുമാറ്റം വിഷമം സൃഷ്ടിക്കും. വിദേശ യാത്രാശ്രമം വിജയിക്കും. സത്കാര്യങ്ങൾക്കായി പണം മുടക്കേണ്ടി വരും. തൊഴിൽ രംഗത്ത് മികവോടെ മുന്നേറും. രോഗശമനമുണ്ടാകും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല, വെണ്ണ ഇവ നൽകുക. നാളിൽ പാൽപായസ നിവേദ്യത്തോടെ പുരുഷസൂക്ത പുഷ്പാഞ്ജലി നടത്തിക്കുക. അടുത്തത് മകം.
മകം നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കാണും. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ കൈവരിക്കും. വരവിനൊപ്പം ചെലവും അധികരിക്കും. സന്താന ഗുണം വർദ്ധിക്കും. വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനമുണ്ടാകും. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. ദീർഘയാത്രകൾ സാധിക്കുമെങ്കിൽ ഒഴിവാക്കുക. മാനസിക പിരിമുറുക്കം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി ഉണ്ടാകും. മാതാവിനോ തത്തുല്യരായവർക്കോ അരിഷ്ടതകൾ വന്നു ചേരും. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നു. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിന് നിൽക്കരുത്. ബന്ധുക്കളെ താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ടി വരും. ദോഷപരിഹാരത്തിനായി നാളിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. സാധിക്കുന്നവർ ഭവനത്തിൽ നിത്യേന ദേവീ മഹാത്മ്യ പാരായണം നടത്തുക. അടുത്തത് പൂരം. പൂരം നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കും. പൂർവിക സ്വത്ത് ലഭിക്കാൻ യോഗമുള്ള കാലമാണ്. യാത്രകൾക്കിടയിൽ വീഴ്ച പറ്റി പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടെ ശാരീരികമായി എന്തെങ്കിലും അരിഷ്ടതകൾ നേരിടും. ബിസിനസ്സുകളിൽ നിന്ന് മികച്ച നേട്ടമുണ്ടാകും. തൊഴിൽപരമായ സ്ഥാനമാറ്റമുണ്ടാകും. ഗ്രഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്ത് മികച്ച നേട്ടമുണ്ടാകും. ബന്ധുഗ്രഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്തു കഴിയുവാൻ അവസരം വന്നു ചേരും. പുതിയ പദ്ധതികളിൽ പണം മുടക്കും. അതിൽ നിന്ന് മികച്ച ലാഭവും കൈവരിക്കും. അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെയും ശമിക്കും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉദര സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാനിടയുണ്ട്. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ലഭിക്കും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാവിഷ്ണു ഭജനം നടത്തുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നെയ്വിളക്ക് കൊളുത്തുന്നതും തുളസിമാല ചാർത്തുന്നതും ഉത്തമമാണ്. അടുത്തത് ഉത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് രോഗദുരിതങ്ങൾ ശമിക്കും. എങ്കിലും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ഗ്രഹാന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെയും ശമിക്കും. കുടുംബത്തിൽ സ്ത്രീജനങ്ങൾ മുഖേന കലഹങ്ങൾക്ക് സാധ്യത. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരും. സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കും. വ്യവഹാരങ്ങളിൽ തിരിച്ചടി ഉണ്ടായേക്കാം. ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ വിജയത്തിലെത്തിക്കും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗ അരിഷ്ടതകൾക്ക് സാധ്യത കാണുന്നു. വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ കൈവരിക്കും. മത്സര പരീക്ഷകളിൽ വിജയം. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചെലവുണ്ടാകും. ഊഹക്കച്ചവടം, ലോട്ടറി എന്നിവയിൽ ഏർപ്പെടുവാൻ ഒട്ടും അനുകൂലമായ സമയമല്ല. എങ്കിലും പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം. വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കും. പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്ന് വിട്ടുനിന്നിരുന്നവർക്ക് തിരികെ ജോലികളിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഔഷധങ്ങളിൽ നിന്ന് അലർജി പിടിപെടാനിടയുണ്ട്. ജന്മനാളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തിക്കുക. നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തര ജപം നടത്തുക. അടുത്തത് അത്തം. മറ്റുള്ളവരുമായി കലഹങ്ങൾക്ക് സാധ്യത കാണുന്നു. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ബുദ്ധിമുട്ടി ഇഷ്ടപ്പെടേണ്ടി വരും. പിതാവിന് അരിഷ്ടതകൾ വന്നേക്കാം. അനുകൂലമായി നിന്നിരുന്നവർ പിന്നാക്കം പോകുവാനിടയുണ്ട്. അനാരോഗ്യം മൂലം മുൻ തീരുമാനങ്ങൾ മാറ്റിവെക്കേണ്ടതായി വരും. വിദേശ സഞ്ചാരം സാധ്യമാകും. വാഹനം, ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം നീട്ടിവെക്കേണ്ടി വരും. ലഹരി വസ്തുക്കളിൽ താല്പര്യം വർദ്ധിക്കും. വിലപ്പെട്ട രേഖകൾ കൈമോശം വരാനിടയുണ്ട്. കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുക. ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ വിജയിക്കുകയില്ല. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. ബന്ധുജന സഹായം വഴി സാമ്പത്തിക വിഷമതകൾ മറികടക്കും. സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രൊമോഷൻ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിൽ നേട്ടം കൈവരിക്കും. സർക്കാർ ജോലി ലഭിക്കുവാനും സാധ്യത കാണുന്നു. പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. സന്താന ഗുണം അനുഭവിക്കും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ധർമ്മശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ ശാസ്താവിങ്കൽ നീരാഞ്ജനം കത്തിക്കുക. എള്ള് പായസ നിവേദ്യം നടത്തിക്കുന്നതും ഉത്തമമാണ്. അടുത്തത് ചിത്തിര. ചിത്തിര നക്ഷത്രക്കാർക്ക് ഉറ്റ സുഹൃത്തിന്റെ ഇടപെടൽ മൂലം നേട്ടങ്ങളുണ്ടാകാം. നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കളൊക്കെ തിരികെ ലഭിക്കും. വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാം. ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം, ഇഷ്ടസ്ഥാന ലബ്ധി എന്നിവയുണ്ടാകും. പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഏർപ്പെടും. പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മിതി വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. വാഹനത്തിനായി പണം മുടക്കേണ്ടി വരും. സഞ്ചാരക്ലേശം അനുഭവിക്കും. അന്യരുമായി ഇടപെട്ട് മാനഹാനിക്ക് സാധ്യത കാണുന്നു. വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയം കൈവരിക്കും. മത്സര പരീക്ഷ, ഇന്റർവ്യൂ എന്നിവയിൽ വിജയിക്കും. സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് പണം മുടക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരും. സഞ്ചാരക്ലേശം വർദ്ധിക്കും. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് രോഗാരിഷ്ടതയുണ്ടാകാനും സാധ്യത കാണുന്നു. ഭക്ഷണസുഖം വർദ്ധിക്കും. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. സന്താനങ്ങൾക്ക് ഉന്നമനമുണ്ടാകും. നേത്രരോഗ സാധ്യതയുണ്ട്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് വെണ്ണ, അവിൽ എന്നിവ നിവേദിക്കുക.
അടുത്തത് ചോതി. തൊഴിലന്വേഷകരായ ചോതി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ബന്ധുജന സഹായം വഴി പെട്ടെന്നുള്ള കാര്യസാധ്യമുണ്ടാകും. വിവാഹാലോചനകൾ തീരുമാനത്തിലെത്തും. കടങ്ങൾ വീട്ടുവാനും പ്രണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കും. സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവിടേണ്ടതായി വരും. വ്യവഹാരങ്ങളിൽ വിജയം നേടും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും. ഇരുചക്രവാഹനം ഓടിക്കുന്നവർക്ക് പരിക്കിന് സാധ്യത. വാഹനത്തിന് അറ്റകുറ്റപ്പണികളും വേണ്ടിവരാം. സഹപ്രവർത്തകരുമായി നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെയും പരിഹൃതമാകും. ബന്ധുജനഗുണം വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് ജനസമ്മിതി ഉണ്ടാകും. ഇരുചക്രവാഹനം വാങ്ങും. സ്വജനങ്ങളിൽ ആർക്കെങ്കിലും ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകും. പ്രശ്നപരിഹാരത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതായി വരും. കുടുംബസമേതം വിനോദങ്ങൾ, കലാപരിപാടികൾ എന്നിവയിൽ സംബന്ധിക്കും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. ശിവാഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. അടുത്തത് വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് അവിചാരിത യാത്രകൾ വേണ്ടിവരും. മാനസിക സന്തോഷം വർദ്ധിക്കും. സുഹൃത്തുക്കളുമായി ഒത്തുചേരും. ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. തടസ്സങ്ങൾ മാറി കാര്യപുരോഗതി ഉണ്ടാകും. പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും. ബിസിനസ്സിൽ വലിയ പണച്ചെലവുണ്ടാകും. ദമ്പതികൾ ഒന്നിച്ച് യാത്രകൾ നടത്തും. തൊഴിൽ രംഗത്ത് നിന്ന് അവധിയെടുത്ത് പുണ്യസ്ഥല സന്ദർശനം നടത്തും. ദീർഘദൂര യാത്രയ്ക്കായി പണച്ചെലവുണ്ടാകും. ത്വക്ക് രോഗ സാധ്യത കാണുന്നു. പുതിയ പദ്ധതികളെക്കുറിച്ച് ആലോചിക്കുന്ന കാലമാണ്. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും. സന്താനങ്ങൾക്ക് രോഗാരിഷ്ടതയ്ക്ക് സാധ്യത കാണുന്നു. സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും എന്നാൽ അധികം വൈകാതെ തന്നെ അവ ശമിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. കലാകായിക രംഗത്ത് നേട്ടങ്ങളുണ്ടാകും. ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല ഉത്തരവുകൾ ലഭിച്ചേക്കാം. തൊഴിൽപരമായ മേന്മയുണ്ടാകും. ദോഷശമനത്തിനായി നിത്യേന ഭവനത്തിൽ വിഷ്ണുഭജനം നടത്തുക. സാധുജനത്തിന് അന്നദാനം നടത്തുകയും വേണം. അടുത്തത് അനിഴം. സന്താനങ്ങൾക്കായി വലിയ പണച്ചെലവുണ്ടാകും. നടപ്പാകില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ സാധിക്കും. ദേഹസുഖം കുറയുന്ന കാലമാണ്. ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പുതിയ ജോലികളിൽ പ്രവേശിക്കുവാൻ അവസരമൊരുങ്ങും. അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന തർക്കങ്ങളൊക്കെ അവസാനിക്കും. സകുടുംബ യാത്രകൾ നടത്തും. തൊഴിൽ സംബന്ധമായുള്ള യാത്രകളും വേണ്ടിവരും. ആഗ്രഹങ്ങൾ നിറവേറും. രോഗദുരിതത്തിൽ നിന്ന് ശമനമുണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കും. ജലജന്യ രോഗങ്ങൾ പിടിപെടാം. തൊഴിൽപരമായുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അനാവശ്യ മാനസിക ഉത്കണ്ഠ മൂലം ഗ്രഹസുഖം കുറയാതെ ശ്രദ്ധിക്കുക. പ്രവർത്തന വിജയം കൈവരിക്കും. ബന്ധുജന സമാഗമം ഉണ്ടാകും. ഉദര സംബന്ധമായ വിഷമതകൾക്കായി ഔഷധ സേവ വേണ്ടിവരും. അടുത്ത ബന്ധുക്കൾക്ക് രോഗദുരിത സാധ്യത കാണുന്നു. ആഹാരകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും. സർക്കാരിലേക്ക് ചെറിയ പിഴകൾ അടയ്ക്കേണ്ടി വരും. വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് വിജയം കാണുന്നു. മനസ്സിന് സന്തോഷസൂചകമായ വാർത്തകൾ കേൾക്കും. മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് അരിഷ്ടത. ദോഷശമനത്തിനായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ജപം നടത്തുക. അടുത്തത് തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്ക് നേട്ടങ്ങളുണ്ടാകും. ആരോഗ്യപരമായ വിഷമതകൾ ശമിക്കും. തൊഴിലിൽ നല്ല മാറ്റങ്ങൾ, നേട്ടങ്ങൾ എന്നിവയുണ്ടാകും. മാനസിക സന്തോഷം വർദ്ധിക്കും. കടമിടപാടുകൾ കുറയ്ക്കാൻ കഴിയും. വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും. ബന്ധുഗുണം അനുഭവിക്കും. യാത്രകൾ കൂടുതലായി വേണ്ടിവരും. ദാമ്പത്യ ജീവിത സൗഖ്യം കൈവരിക്കും. മാതാവിനോ മാതൃജനങ്ങൾക്കോ അരിഷ്ടത. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ മൂലം മനോവിഷമം ഉണ്ടായേക്കാം. പഠനത്തിലും ജോലിയിലും ഉണ്ടായിരുന്ന അലസത കൈവെടിയും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവിടും. വിവാഹം വാക്ക് പറഞ്ഞുറപ്പിക്കും. വാഗ്ദോഷം മൂലം അപവാദത്തിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. കാലാവസ്ഥാജന്യ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ യാത്രകൾ വേണ്ടിവരും. സഹപ്രവർത്തകർ നിമിത്തമായി മനോവിഷമം ഉണ്ടായേക്കാം. ഭാര്യ ഭർത്തൃബന്ധത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ ശമിക്കും. സ്വത്ത് സംബന്ധമായ തർക്കത്തിൽ തീരുമാനമാകും. വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്തും. സാമ്പത്തികമായി വിഷമതകൾ നേരിടും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. പൊതുരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും. സുഹൃത്ത് സഹായം വർദ്ധിക്കും. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും. ഔഷധ സേവ അവസാനിപ്പിക്കുവാൻ കഴിയും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവഭജനം നടത്തുക. ജന്മനാളിൽ ശിവങ്കൽ ഭസ്മാഭിഷേകം നടത്തിക്കുക. ഒപ്പം ദേവീക്ഷേത്രത്തിൽ ചുവന്ന പുഷ്പങ്ങളാൽ അർച്ചന നടത്തിക്കുക. അടുത്തത് മൂലം. മാനസിക നിരാശ വർദ്ധിക്കും. സഹായ വാഗ്ദാനത്തിൽ നിന്ന് സുഹൃത്തുക്കൾ പിൻവാങ്ങും. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കും. ബന്ധുക്കൾ വഴി വരുന്ന വിവാഹാലോചനകൾ തീരുമാനമാകും. ഉപഹാരങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിന ശ്രമം വേണ്ടിവരും.
മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ സാധിക്കും. പണമിടപാടുകളിൽ കൃത്യത പാലിക്കുവാൻ കഴിയാതെ വരും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. ഗ്രഹത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കുടുംബജീവിത സൗഖ്യം വർദ്ധിക്കും. വിവാദപരമായ പല കാര്യങ്ങളിൽ നിന്നും മനസ്സിന് സുഖം ലഭിക്കും. വാഹനം മാറ്റി വാങ്ങുന്ന കാര്യം ആലോചനയിൽ വരും. കഫജന്യ രോഗങ്ങൾ പിടിപെടാം. ദീർഘയാത്രകൾ ഒഴിവാക്കുക. പണമിടപാടുകളിലും ശ്രദ്ധിക്കുക. പൈതൃക സ്വത്തിന്റെ അനുഭവം ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും. മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം ഉണ്ടാകാനിടയുണ്ട്. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം കാണുന്നു. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉയർന്ന വിജയം കൈവരിക്കും. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താഭജനം നടത്തുക. ശാസ്താവിങ്കൽ ദർശനം നടത്തി എള്ളുപായസ നിവേദ്യം, പുഷ്പാഞ്ജലി ഇവ നടത്തിക്കുക. അടുത്തത് പൂരാടം. വിദേശത്ത് താമസിക്കുന്ന പൂരാടം നക്ഷത്രക്കാർക്ക് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. പൊതുപ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു. വരവിനൊപ്പം ചെലവും അധികരിക്കും. സന്താന ഗുണം വർദ്ധിക്കും. വാഹനയാത്രകളിൽ ശ്രദ്ധ പുലർത്തുക. ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഉദരസംബന്ധമായ അസുഖങ്ങൾ പിടിപെടാനിടയുണ്ട്. രോഗദുരിതങ്ങൾ അനുഭവിക്കാനിടയുള്ളതിനാൽ അധിക ശ്രദ്ധ പുലർത്തുക. ഗ്രഹാന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കാം. സ്ത്രീജനങ്ങൾ മുഖേന കലഹമുണ്ടാകാനിടയുണ്ട്. ബന്ധുജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരും. സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കും. വ്യവഹാരങ്ങളിൽ തിരിച്ചടി ഉണ്ടായേക്കാം. അശ്രദ്ധ വർദ്ധിച്ച് ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. പരിശ്രമിച്ച് കാര്യവിജയം നേടും. മംഗല്യഭാഗ്യമുണ്ടാകും. മാതാപിതാക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം. ലഹരി വസ്തുക്കളിൽ നിന്ന് മുക്തി നേടാവുന്ന കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. ഔദ്യോഗികപരമായ യാത്രകൾ വേണ്ടിവരും. ഗ്രഹനിർമ്മാണത്തിൽ പുരോഗതി കാണുന്നു. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും. കൂട്ടുകെട്ടുകൾ മൂലം ആപത്തിൽപ്പെടാം. സാമ്പത്തിക അച്ചടക്കം പാലിക്കുവാൻ പലപ്പോഴും കഴിയാതെ വരും. ഗുണവർദ്ധനയ്ക്കും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. അടുത്തത് ഉത്രാടം. സ്വന്തമായി ബിസിനസ് നടത്തുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് മികച്ച ലാഭം ലഭിക്കും. ബന്ധുജന ഗുണം വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെയും സാധിക്കും. അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കും. കർണരോഗ ബാധയ്ക്ക് സാധ്യത കാണുന്നു. ഇഷ്ടജനങ്ങളെ പിരിഞ്ഞു കഴിയേണ്ടി വരും. വാസസ്ഥാന മാറ്റത്തിന് സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെയും മാറും. യാത്രകൾ വഴി നേട്ടമുണ്ടാകും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കും. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് സമയം അനുകൂലമാണ്. താൽക്കാലിക ജോലി സ്ഥിരപ്പെടും. കുടുംബ സുഹൃത്തുക്കളിൽ നിന്നുള്ള പെരുമാറ്റം വിഷമം സൃഷ്ടിക്കും. വിദേശ യാത്രാശ്രമം വിജയിക്കും. സത്കാര്യങ്ങൾക്കായി പണം മുടക്കേണ്ടതായി വരും. വിദേശ തൊഴിൽ ശ്രമത്തിൽ അനുകൂല മറുപടികൾ ഉണ്ടാകും. യാത്രകൾ വഴി നേട്ടമുണ്ടാകും. സുഹൃത്തുക്കൾക്കായി പണച്ചെലവ് ധാരാളം വേണ്ടിവരും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ കഠിന ശ്രമം വേണ്ടിവരും. കുടുംബപരമായ പ്രശ്നങ്ങളിൽ ഇടപെടും. പ്രധാന തീരുമാനങ്ങൾ മാറ്റിവെക്കേണ്ടതായി വരും. പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം. അപരിചിതരിൽ നിന്നുള്ള ചതി നേരിടുവാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക. ഭവനത്തിൽ ഗണപതി സങ്കല്പത്തിൽ ഭജിക്കുക. നാളിൽ ഗണപതി ഹോമം നടത്തിക്കുക. അടുത്തത് തിരുവോണം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. മനസ്സിന്റെ സന്തോഷം തിരികെ കിട്ടും. തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. വരവിനേക്കാൾ ചെലവ് അധികരിക്കും. ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടും. വാഗ്ദാനം നൽകുമ്പോൾ ശ്രദ്ധിക്കുക. ഭാഗ്യപരീക്ഷണങ്ങൾക്കും മുതിരരുത്. ബിസിനസ്സിൽ മികവ് പുലർത്തും. സാമ്പത്തികമായി വിഷമതകൾ നേരിടും. മേലധികാരികൾ, തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും. യാത്രകൾ വേണ്ടിവരും. ആരോഗ്യപരമായ വിഷമതകൾ ഉണ്ടാകും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന സൂചനകൾ ഉണ്ടാകും. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. ഭൂമി വിൽപ്പനയിൽ തീരുമാനമാകും. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭമുണ്ടാകും. സന്താന ഗുണം അനുഭവിക്കും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കുന്നതായിരിക്കും. ദോഷപരിഹാരത്തിനായി ശിവക്ഷേത്ര ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശിവാഷ്ടോത്ര ജപം നടത്തുക. അടുത്തത് അവിട്ടം. അവിട്ടം നക്ഷത്രക്കാർക്ക് ബന്ധുജന സഹായം ലഭിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി ധാരാളം പണച്ചെലവുണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി. അനാവശ്യ ചിന്തകൾ മനസ്സിൽ നിന്ന് വിട്ടൊഴിയും. പ്രവർത്തനപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കും. പൈതൃക സ്വത്തിന്റെ അനുഭവം ഉണ്ടാകും. യാത്രകൾ വേണ്ടിവരും. ഭക്ഷണസുഖം കുറയും. പല്ലുകൾക്ക് രോഗസാധ്യത കാണുന്നു. ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനായി യാത്രകൾ വേണ്ടിവരും. ബന്ധുഗുണ വർധനയുണ്ടാകും. ആഡംബര വസ്തുക്കളിൽ താല്പര്യം വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ വിജയസാധ്യത കാണുന്നു. സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം സൂക്ഷിക്കുക. ഗ്രഹനിർമ്മാണത്തിൽ ചെലവ് വർദ്ധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദേവീഭജനം നടത്തുക.
ജന്മനാളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്ര പുഷ്പാഞ്ജലി നിവേദ്യത്തോടെ ചെയ്യിക്കുക. ദേവിക്ക് ചുവപ്പുപട്ട് സമർപ്പിക്കുക. അടുത്തത് ചതയം. ചതയം നക്ഷത്രക്കാർക്ക് പുതിയ സൗഹൃദ ബന്ധങ്ങൾ മുഖേന ജീവിതത്തിൽ മാറ്റമുണ്ടാകും. ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തൊഴിലിനായുള്ള പരിശ്രമങ്ങളിൽ ഭാഗികമായി വിജയിക്കും. സ്വന്തം പ്രവർത്തന ഫലമായി അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരും. ആത്മധൈര്യം കൈവിടാതെ ശ്രദ്ധിക്കണം. മുൻകോപം നിയന്ത്രിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. മാതാവിന് ശാരീരിക അസുഖങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്ന് വൈദ്യ സന്ദർശനം വേണ്ടിവരും. പല വിധത്തിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അല്പം ആശ്വാസം ലഭിക്കും. യാത്രകൾ വേണ്ടിവരും. സഹോദര സ്ഥാനീയർ മുഖേന മനക്ലേശത്തിന് സാധ്യത കാണുന്നു. പ്രണയവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വീട്ടുകാരിൽ നിന്നും അനുകൂല മറുപടി ലഭിക്കും. വിലപിടിപ്പുള്ള ഗ്രഹോപകരണങ്ങൾ വാങ്ങിക്കും. പുതിയ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി മഹാഗണപതി ഭജനം നടത്തുക. വെള്ളിയാഴ്ചകളിൽ ഗണപതിക്ക് കദളിപ്പഴ നിവേദ്യം നടത്തിക്കുക. അടുത്തത് പൂരുരുട്ടാതി. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും പ്രശംസ നേടും. സഹോദര സ്ഥാനീയർ മുഖേന കാര്യസാധ്യമുണ്ടാകും. പരീക്ഷകളിൽ വിജയമുണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കും. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ വന്നു ചേരാം. ഗ്രഹാന്തരീക്ഷം സംതൃപ്തകരമായിരിക്കും. വാഹന സംബന്ധമായി ചെലവുകൾ വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. അന്യജന സഹായത്താൽ കാര്യവിജയമുണ്ടാകും. തൊഴിൽ രഹിതർക്ക് താൽക്കാലികമായി ജോലി ലഭിക്കും. പഠനത്തിൽ അലസതയ്ക്ക് സാധ്യത കാണുന്നു. പൊതുപ്രവർത്തകർ അനാവശ്യമായ ആരോപണങ്ങൾ മൂലം വിഷമിക്കും. വിദേശ ജോലിയിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യമുണ്ടാകുമെങ്കിലും അവയെല്ലാം വൈകാതെ അതിജീവിക്കും. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമത് ഭജനം നടത്തുക. ശനിയാഴ്ചകളിൽ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവിൽ, പഴം ഇവ നിവേദിക്കുക. ക്ഷേത്രങ്ങളിലിരുന്ന് ജപം നടത്തുക. അടുത്തത് ഉത്രട്ടാതി. ഉത്രട്ടാതി നക്ഷത്രക്കാർ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. മാതാവിന് അരിഷ്ടതകൾ ഉണ്ടാകും. ഭൂമിയിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. പ്രവർത്തന രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കലാപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറും. വിദ്യാർത്ഥികൾക്ക് അലസത വർദ്ധിക്കും. പഠനത്തിൽ ശ്രദ്ധ കുറയും. തൊഴിലുമായി ബന്ധപ്പെട്ട് അധിക യാത്രകൾ വേണ്ടിവരും. തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളിൽ വിജയിക്കും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. ബന്ധുജനങ്ങൾ വാക്കുകൾ കൊണ്ട് മനസ്സിനെ മുറിപ്പെടുത്തും. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനുള്ള തടസ്സം മറികടക്കും. ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും. മുൻകാല സമ്പാദ്യങ്ങളിൽ നിന്ന് ധനലാഭമുണ്ടാകും. സന്താനങ്ങളാൽ മനസന്തോഷം വർദ്ധിക്കും. മാസം പകുതി കഴിഞ്ഞാൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് ഇടയ്ക്കിടെ അശാന്തമായ അനുഭവങ്ങൾ ഉണ്ടാകും. മേലധികാരികളുടെ അപ്രിയം സമ്പാദിക്കാതെ ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. അഷ്ടോത്തരം നിത്യേന പാരായണം ചെയ്യുക. വ്യാഴാഴ്ചകളിൽ നെയ്വിളക്ക് കത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. അടുത്തത് രേവതി. ആരോഗ്യപരമായി രേവതിക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. വിവാഹം വാക്ക് പറഞ്ഞുറപ്പിക്കും. തൊഴിൽപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഉണ്ടായിരുന്നത് അവസാനിക്കും. സുഹൃത്ത് സഹായം ലഭിക്കും. ദ്രവ്യലാഭത്തിന് സാധ്യത കാണുന്നു. ഗ്രഹത്തിൽ ശാന്തത കൈവരും. കലാരംഗത്ത് മികച്ച നേട്ടമുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടൽ അസ്വസ്ഥത ഉണ്ടാക്കുമെങ്കിലും അവർ സ്വയം ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. യാത്രകൾ വേണ്ടിവരും. മാനസികമായ സന്തുഷ്ടി അനുഭവപ്പെടും. വാഹന വിൽപ്പനയിലൂടെ ധനലാഭം പ്രതീക്ഷിക്കാം. വിദേശ തൊഴിൽ ശ്രമത്തിൽ അനുകൂല മറുപടികൾ ലഭിക്കും. യാത്രകൾ വഴി നേട്ടമുണ്ടാകും. കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. സുഹൃത്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും. പരിക്ക്, രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്ന് വിട്ടുനിന്നിരുന്നവർക്ക് തിരികെ ജോലികളിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളും. ദോഷശമനത്തിനായി ദേവീഭജനം നടത്തുക. നിത്യേന ലളിത സഹസ്രനാമ ധ്യാനഭാവത്തിൽ ദേവിയെ സ്മരിച്ച് ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തുക.